Hello my dear students, welcome to Teacher at Home. Today class we are going to learn the 7th chapter, that is pressure in liquid and gases. In all the liquids in the atmosphere we can see many type of pressures. Okay, so let us start the chapter. The teacher who came to inaugurate the science club began with an experiment. അപ്പോൾ സയൻസ് ക്ലബ്ബ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്ന ഒരു ടീച്ചർ തുടങ്ങിയത് എങ്ങനെയാണ്? ഒരു പരീക്ഷണം ചെയ്തുകൊണ്ടാണ്. He placed a wide wooden ruler on a table. Some part of it is projecting out. A newspaper folded 8 times was placed on it. അപ്പോൾ ടീച്ചർ എന്താ ചെയ്തത്? ഒരു വലിയ സ്കെയില് അല്ലെ, പരന്ന സ്കെയില് ടേബിളിൽ വെച്ചു. അതിന്റെ ചില ഭാഗം എന്താണ്, പുറത്ത് തള്ളി നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ എന്താ വെച്ചത്? ഒരു ന്യൂസ് പേപ്പർ അല്ലെ, അത് ഇങ്ങനെ 8 മടക്കായിട്ട് വെച്ചിട്ടുണ്ട്. He then asked a boy to press quickly on the free end of the ruler with his hand. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞ്, ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തേക്ക് നീ ഒന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യും, പ്രഷർ അപ്ലൈ ചെയ്യും. കുട്ടി ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ പ്രഷർ മറ്റേ ന്യൂസ് പേപ്പർ താഴെ വീഴും. Then he unfolded the same paper and placed it over the ruler above the table. He asked the boy to quickly press on the ruler again. He could neither raise the paper nor make it fall down. അപ്പൊ പിന്നെ എന്താ ടീച്ചർ ചെയ്ത്? പേപ്പർ പരത്തി വെച്ചു. എന്നിട്ട് ഇത് റൂളറുടെ മേലെ കുട്ടിയോട് ഒന്നും കൂടെ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. കുട്ടി ഒന്ന് തള്ളിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല അല്ലെ, അത് ഒന്ന് പൊക്കാൻ പോലും പറ്റിയില്ല, പോരാത്തതിന് അത് വീണുമില്ല. Let us also do this experiment. Isn't the weight of the paper the same when it is folded and unfolded? പക്ഷെ എന്താ ഇതിൽ പറയണത് അല്ലെ, പരന്നു വെച്ചപ്പോഴും മടക്കി വെച്ചപ്പോഴും വെയിറ്റ് ഒന്നായിരിക്കുമോ? Why couldn't the paper be lifted up when unfolded? എന്തുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു വെച്ചപ്പോ അതിന് നമുക്ക് എന്താണ് തള്ളി മാറ്റാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? മടക്കി വെക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ ആ പ്രഷർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പരന്ന് വെക്കുമ്പോൾ ഇറ്റ് സ്പ്രെഡ്, സോ we have to apply the pressure on all sides. Okay, what force is affected so that the paper could not be raised up? Discuss your finding in the class. You maybe know certain properties of air. Air എന്ന് പറയുന്നത് എന്താ? വായു. അത് എല്ലാ സ്ഥലത്തും പരന്ന് കിടക്കുന്നുണ്ട്. It requires space. അതിന് ചില സ്ഥലം ആവശ്യമുണ്ട്. Possesses weight, ഭാരമുണ്ട് അല്ലെ. Atmospheric air exerts force on the paper. അപ്പോൾ വായുമർദ്ദം എന്ത് ആ പേപ്പറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. Forward and backward. Remove the needle of a syringe and observe the working of the piston, pulling it back and pushing it in. അപ്പോൾ സിറിഞ്ചില് എന്താ ചെയ്യേണ്ടത്? നീഡിൽ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിസ്റ്റൺ ഇല്ലേ, അത് ഉള്ളിലേക്കും പുറത്തേക്കും തള്ളി നോക്കുക. When the piston is pushed in, the piston is pulled back. Atmospheric air rushes into the barrel of the syringe. അപ്പൊ എന്താണ്, നമ്മളൊന്ന് പുഷ് ചെയ്തപ്പോ അല്ലേ, പുഷ് ഇൻ, പിസ്റ്റൺ എന്ത് ചെയ്യും? അത് പുൾ ബാക്ക് ചെയ്യും. കാരണം എന്താ? അതിന്റെ ഉള്ളിലേക്ക് വായു നിറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ബാരല് പോലെ ഇല്ലേ, ഈ ഭാഗത്ത് വായു നിറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആ പിസ്റ്റണ് പുറമേക്ക് തള്ളും. When the piston is pushed in, air that entered the barrel moves out അല്ലെ. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് തള്ളുമ്പോൾ എന്താവും? പിസ്റ്റണിന്റെ ഉള്ളിലേക്ക് തള്ളുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ള വായു പുറത്തേക്ക് പോകും. Now try some other experiment using this syringe. അപ്പൊ ഈ സിറിഞ്ച് വെച്ചിട്ട് വേറെ കുറച്ച് പരീക്ഷണങ്ങൾ കൂടി ചെയ്തു നോക്കൂ. After pushing the piston into the syringe, close open end of the syringe with your finger. Then pull the piston back quickly and release it. Don't you see the piston moving fast into the barrel? Can you explain it reason? അപ്പൊ വേറെ എന്ത് പരീക്ഷണങ്ങളാണ് പറയുന്നത്? After pushing the piston into the syringe അല്ലെ, പിസ്റ്റണിന് ഉള്ളിലേക്ക് നമ്മൾ പുഷ് ചെയ്യണ സമയത്ത് ക്ലോസ് ടു ദ ഓപ്പൺ എൻഡ് ഓഫ് ദ സിറിഞ്ച് വിത്ത് ഫിംഗർ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. കൈ വെച്ച് അടച്ചു വെക്കുമ്പോൾ എന്താവും? അത് ഉള്ളിലേക്ക് ക്വിക്കലി പുൾ ദ പിസ്റ്റൺ ബാക്ക് ക്വിക്കലി ആൻഡ് റിലീസ് ഇറ്റ് അല്ലെ. ഫോഴ്സ് അപ്ലൈ ചെയ്യും. കാരണം എന്താ? പുറത്തുനിന്നുള്ള ഫോഴ്സ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടുക. After keeping the piston pulled back, close the open end of the syringe with a finger. Now push the piston in and release it. In which direction does the piston move now? What is the reason for this movement? Don't we apply force when we pull in and pull out of the piston? അല്ലെ, നമ്മളെന്താണ്, നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. പിസ്റ്റണിനെ ഉള്ളിലേക്ക് തള്ളുമ്പോഴും പുറത്തേക്ക് തള്ളുമ്പോൾ എന്താ, ഒരു ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. But when we release the hand അല്ലെ, നമ്മുടെ കൈ റിലീസ് ചെയ്യുമ്പോൾ the piston moved inwards in the first case. പിസ്റ്റൺ ഉള്ളിലേക്ക് ആദ്യം പിസ്റ്റണിനെ ഉള്ളിലേക്ക് തള്ളേണ്ടി വരും, പിന്നെ പുറമേക്കും. What was the force applied on the piston? അപ്പോൾ എന്ത് ഫോഴ്സ് ആണ് നമ്മൾ പിസ്റ്റണിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്?
Write down the differences made after observing the two experiments in the science diary. Pressure of a gas. You have found that the air can exert force. വായുവിന് എന്ത് ബലം പ്രയോഗിക്കാൻ പറ്റും. The force exerted by gas per unit area of the surface. ആ ബലം പ്രയോഗിച്ചത് per unit area സർഫസിൽ നാം അപ്ലൈ ചെയ്ത ബലത്തിനെയാണ് വായു അപ്ലൈ ചെയ്ത ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ pressure of the gas. The force exerted per unit area by atmospheric pressure, it is called atmospheric pressure. അപ്പോൾ force exerted by gas അല്ലെ per unit area. ഗ്യാസ് അപ്ലൈ ചെയ്ത പ്രഷറിനെ യൂണിറ്റ് ഏരിയയിൽ ഗ്യാസ് അപ്ലൈ ചെയ്ത പ്രഷറിനെ എന്ത് പറയും pressure of a gas എന്ന് പറയും. പിന്നെ അതേപോലെ force exerted by atmospheric pressure, അന്തരീക്ഷമർദ്ദം അപ്ലൈ ചെയ്തതിനെ per unit area നമ്മൾ എന്താ പറയുക atmospheric pressure. Based on the concept of atmospheric pressure, experiment you have to done by the can be explained. അതായത് when the piston is pulled back, keeping the open end of the syringe closed. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യണം when the piston is pulled back എന്ന് പറഞ്ഞാൽ ആ സിറിഞ്ചിലെ പിസ്റ്റൺ ആ വലിക്കണ ഭാഗം അത് നമ്മൾ ബാക്കിലോട്ട് വലിക്കുമ്പോൾ കീപ്പിംഗ് ദ ഓപ്പൺ എൻഡ് ആ ലിക്വിഡ് ഒക്കെ പോണ ഭാഗമില്ലേ അത് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കൈ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക പ്രഷർ ഇൻസൈഡ് ദ ബാരൽ ഡിക്രീസസ്. കൈ വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ളിൽ എയർ കയറുമോ ഇല്ല. അപ്പൊ ഉള്ളിലത്തെ എയർ എന്താവും ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇൻ ഓർഡർ ടു ഈക്വലൈസ് ദ പ്രഷർ അത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഫ്രം ഔട്ട്സൈഡ് എക്സേർട്സ് ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ. പുറമേയുള്ള എയർ എന്ത് ചെയ്യും ഈ പിസ്റ്റണിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും പിസ്റ്റൺ മൂവ് ഇൻവേർഡ്സ്. മനസ്സിലായില്ലേ when the piston is pulled back നമ്മള് ആ ലിക്വിഡ് പോണ സ്ഥലത്ത് നമ്മുടെ കൈ വെച്ച് അടക്കിയാണ്. അപ്പൊ എന്താ ഓട്ടോമാറ്റിക് ബാരലില് എയർ ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക് പ്രഷർ ലോ ആയിരിക്കും. ഇത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേയുള്ള എയർ പിസ്റ്റണിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും പിസ്റ്റൺ മൂവ് ഇൻവേർഡ്സ്. when the piston is pushing in keeping the open end of the syringe closed. അപ്പൊ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് എന്താണ് പിസ്റ്റണിനെയാണ് ഉള്ളിലേക്ക് തള്ളുന്നത് അല്ലെ. സിറിഞ്ച് ക്ലോസ് ചെയ്തിട്ട് പിസ്റ്റണിനെ തള്ളുകയാണ്. എയർ ഇൻസൈഡ് ഗെറ്റ് കംപ്രസ്ഡ്. അപ്പൊ ഉള്ളിലെ എയർ എന്താവും നല്ലോണം കംപ്രസ് ആവും. പ്രഷർ ഓഫ് ദി എയർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ എയർ അല്ലെ. ഉള്ളിലത്തെ പ്രഷർ എന്താവും നല്ലോണം കൂടുതലായിരിക്കും കമ്പയർ ടു ഔട്ട്സൈഡ്. അപ്പൊ ദ പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് ദ ബാരൽ പുഷസ് ദ പിസ്റ്റൺ ഔട്ട്സൈഡ്. ആ പ്രഷർ എന്ത് ചെയ്യും ഈ ബാരലിലെ പ്രഷർ ഔട്ട്സൈഡിലേക്ക് പുൾ ചെയ്യും. Now based on the concept of atmospheric pressure, try to explain the experiments done keeping the paper folded and unfolded on the table. അപ്പൊ ഇതന്നെയാണ് റീസൺ ഫോർ ദ പേപ്പർ താഴെ വീഴാനുള്ള കാരണം. The balloon in the bottle. Pour hot water into a glass bottle of more than half a liter capacity. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് ചുടുവെള്ളം ഈ ബോട്ടിലേക്ക് ഒഴിക്കുക. ഹാഫ് എ ലിറ്റർ ആയിട്ട് ഒഴിക്കുക. ബ്ലോ എയർ ഇൻ ടു ദ ബലൂൺ ആൻഡ് റിമൂവ് ദ എയർ ഫ്രം ഇറ്റ്. അപ്പൊ ഈ ബലൂണിലെ എയർ കളയാൻ എന്താ ചെയ്യുക ആദ്യം അതിനെ ഊതി വീർപ്പിച്ചിട്ട് അതിലുള്ള എയർ മൊത്തം കളയുക. റിപ്പീറ്റ് 2 or 3 times. അതിനെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. Pour out the hot water from the bottle and fix the balloon at the mouth of the bottle immediately. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ കുപ്പിയിലുള്ള ചുടുവെള്ളം കളയുക. അതിനുശേഷം അതിന്റെ മുകളിൽ ഒരു ബലൂൺ വെച്ച് ഫിക്സ് ചെയ്യാം. Allow the bottle to cool. എന്നിട്ട് ബോട്ടിലിനെ തണുപ്പിക്കാൻ അനുവദിക്കുക. What will happen to the balloon? Record the result. ബലൂൺ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ എഴുതുക. Air inside the bottle from which the hot water is removed is hot. എയർ എന്തായിരിക്കും ഹോട്ട് വാട്ടർ റിമൂവ് ചെയ്തുകൊണ്ട് എയർ എന്തായിരിക്കും ചൂടായിരിക്കും അല്ലെ. ബോട്ടിൽ കൂൾ ആവുമ്പോൾ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ഓൾസോ കൂള്. പക്ഷെ എന്താവും ഓട്ടോമാറ്റിക് ദ ഹോട്ട് എയർ വിൽ മേക്ക് ദ ബലൂൺ ഇൻഫ്ലേഷൻ ഓഫ് ദ ബലൂൺ അല്ലെ. ബലൂണ് വീർപ്പിച്ചിരിക്കും. കാരണം എന്താ ഈ ഹോട്ട് എയർ അതിലേക്ക് റൈസ് ചെയ്തിട്ടുണ്ടാവും. Higher air pressure inside the bottle or outside it. Pressure of a gas in a daily life. Before that we can read the barometer. Barometer എന്ന് പറഞ്ഞാൽ എന്താ it is a device used to measure atmospheric pressure. Atmospheric pressure മെഷർ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ബാരോമീറ്റർ. അത് ആദ്യം നെയിം ചെയ്തത് ടോറിസെല്ലി ആണ് അല്ലെ. ടോറിസെല്ലി it was who first measured atmospheric pressure. That's all. Many types of atmospheric pressure and this was made using mercury. So mercury barometer. Pressure of gas in daily life. Sometimes we need to transfer liquid from a vessel kept at a higher level to another level. Haven't you seen the uses of tubes for such case? അതായത് ചില സമയത്ത് നമുക്ക് വെള്ളം ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും ഒരു വലിയ വെസലിൽ നിന്ന് ഒരു ചെറിയ വെസലിലേക്ക്. അപ്പൊ ട്യൂബ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണത് കണ്ടിട്ടില്ലേ. Can you transfer water from a bucket to another vessel using a plastic tube? Immerse one end of the tube into the water in a bucket
and keep the other end into a small vessel as shown. Does water flow down? Why doesn't water enter the tube? Suck the air out of the tube into your mouth and place it in the smaller vessel. What will happen now? അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ട്യൂബ് വെക്കണ സമയത്ത് ഒറ്റയ്ക്ക് തന്നെ വെള്ളം വരൂ? ഇല്ല. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ അടിഭാഗത്തുള്ള ട്യൂബില്ലേ, ഈ ബീക്കറിൽ ഇവിടെ വെച്ചിരിക്കുന്ന ട്യൂബ്, അതൊന്ന് സക്ക് ചെയ്ത് വിടുക. സക്ക് ചെയ്ത് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇതിലത്തെ വെള്ളം മൊത്തം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളും അല്ലേ? വാട്ട് ഇഫ് ദ ബക്കറ്റ് കണ്ടെയ്ൻ കെറോസിൻ ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ? മണ്ണെണ്ണയുടെ പകരമാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഡിവൈസ് കണ്ടുപിടിക്കേണ്ടി വരും. സൈഫൺ മേക്കിംഗ് മെറ്റീരിയൽസ് റിക്വയർഡ് 1.5 meter ലോങ് പ്ലാസ്റ്റിക് പൈപ്പ് സ്മോൾ. അപ്പോൾ പ്ലാസ്റ്റിക് ഇത് ചെയ്യാൻ എന്തൊക്കെ വേണം? 1.5 meter പ്ലാസ്റ്റിക് പൈപ്പ് വേണം, പിന്നെ സ്മോൾ പ്ലാസ്റ്റിക് ബോട്ടിലും വേണം. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ കട്ട് എ 10 meter പീസ് ഫ്രം ദ പ്ലാസ്റ്റിക് പൈപ്പ്. പ്ലാസ്റ്റിക് പൈപ്പിൽ നിന്ന് 10 centimeter കട്ട് ചെയ്യുക. മേക്ക് എ സ്മോൾ ഹോൾ അറ്റ് ദ ബോട്ടം ആൻഡ് ഓൺ ദ ലിഡ് ഓഫ് ദ പ്ലാസ്റ്റിക്. അല്ലേ, ബോട്ടിലിന്റെ താഴെ എന്ത് ചെയ്യണം? ഒരു ഹോൾ ഉണ്ടാക്കണം. ഫിക്സ് എ ലോങ് പൈപ്പ് ത്രൂ ദ ഹോൾ ഓഫ് ദ ബോട്ടം. ഈ പൈപ്പ് നമ്മൾ എന്ത് ചെയ്യും? ബോട്ടിലിന്റെ ഏറ്റവും അടിയിലത്തെ ഹോളില്ലേ, അതിലേക്ക് ഇറക്കി വെക്കും. സ്മോൾ പൈപ്പ് ത്രൂ ദ ഹോൾ ഇൻ ദ ലിഡ് സോ ദാറ്റ് ദ ബോട്ടിൽ ഈസ് എയർ ടൈറ്റ്. വർക്കിംഗ് immerse the end of the long pipe in the water in a bucket placed in a height. അപ്പോൾ ഈ ലോങ് പൈപ്പില്ലേ, അത് എന്ത് ചെയ്യും? നമ്മൾ ഈ ബക്കറ്റ് വെള്ളത്തിലേക്ക് വെക്കും. കീപ്പിംഗ് ദ സ്മോൾ പീസ് ഇൻ അനദർ വെസൽ ജെന്റിലി പ്രസ് ആൻഡ് റിലീസ് ദ ബോട്ടിൽ 2 or 3 times. സ്മോൾ പൈപ്പ് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അത് 2 or 3 പ്രാവശ്യം അമർത്തി വിടും. How does this happen? A portion of the air inside the bottle moves out when the bottle is pressed up. A portion of air inside the bottle, അല്ലേ, ബോട്ടിലുള്ള പ്രഷർ, ബോട്ടിലുള്ള എയർ എന്ത് ചെയ്യും? മൂവ്സ് ഔട്ട്, പുറമേക്ക് തള്ളും. when it is pressed, അമർത്തുമ്പോൾ പുറമേക്ക് തള്ളും. The pressure inside the bottle decreases when the bottle is pressed or released. പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലേ? പ്രസ് ചെയ്യും, റിലീസ് ചെയ്ത ഉടനെ പ്രഷർ ഡിക്രീസ് ചെയ്യും. വാട്ടർ rushes through the pipe due to the atmospheric pressure. പ്രഷർ പോയോണ്ട് എന്ത് ചെയ്യും? വാട്ടർ അതിന്റെ ഉള്ളിലേക്ക് ചീറ്റി കയറും. Water flows out continuously too. സൈഫൺ ഇസ് എ ഡിവൈസ്. അപ്പോൾ സൈഫൺ എന്ന് പറയുന്നത് എന്താ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. സം എക്സാമ്പിൾസ് വിച്ച് വർക്ക് ഓൺ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓൾസോ. ഇതെന്താ? സിറിഞ്ച് ഉണ്ട്, സ്ട്രോ ഉണ്ട്, ഡ്രോപ്പർ ഉണ്ട് അല്ലേ. നമ്മൾ അതിലത്തെ പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ മാത്രമേ അതിലത്തെ മെറ്റീരിയൽസ് അത് സക്ക് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കാറുള്ളൂ. സം ആക്ടിവിറ്റീസ് ആർ ഗിവൺ ബിലോ. വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫിൽ എ ഗ്ലാസ് ടംബ്ലർ വിത്ത് വാട്ടർ. നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് ടംബ്ലറിൽ നിറച്ച് വെള്ളം എടുത്തു. എന്നിട്ട് ക്ലോസ് ഇറ്റ് വിത്ത് പേപ്പർ കാർഡ് ആൻഡ് ഇൻവേർട്ട് ഇറ്റ്. ഒരു പേപ്പർ കാർഡ് വെച്ച് അത് ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു വെച്ചു. ഡസ് വാട്ടർ ഫ്ലോ ഔട്ട്? നോ, വാട്ടർ വിൽ നോട്ട് ഫ്ലോ ഔട്ട് ബിക്കോസ് ഇറ്റ് ഇസ് ക്ലോസ്ഡ് ടൈറ്റ്ലി. ഫിക്സ് എ വാക്യൂം ഹുക്ക് ഇൻ ടു എ മിറർ ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക്വേർഡ്സ് അപ്പ്. അപ്പോൾ ഒരു ഹുക്ക്, കണ്ണാടിയിൽ ഒരു ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നിലേക്ക് തിരിയും അല്ലേ. റിമെമ്പർ ടു റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി ദ റിസൾട്ട്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സ് ഓഫ് ദ എക്സ്പെരിമെന്റ്സ് ഡൺ. കമ്മിങ് ക്ലോസ് ആൻഡ് മൂവിംഗ് പാർട്ട്. സസ്പെൻഡ് 2 identical plastic balls on strings as shown. പിന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 ബോൾസ് കയറിൽ ചുറ്റിയിട്ട് ഒരു കോയിലേക്ക് ചുറ്റി വെച്ചിരിക്കുകയാണ്. Now note down your guess. Do the experiment and write down the results on the observation. Explain the reasons. When air is blown between the balls, air between the balls എന്ത് ചെയ്യും? നമ്മളിവിടെ ഊതണ സമയത്ത് ഇതിന്റെ ചുറ്റുമുള്ള എയർ ഇല്ലേ, അത് അവിടെ നിന്ന് പോവും അല്ലെ. ഇതിന്റെ അടുത്തുള്ള എയർ പോവും, പക്ഷെ ചുറ്റുമുള്ളതിലും എന്താ അടുത്തുള്ള ബിറ്റ്വീൻ ദ ബോൾ ഡിക്രീസസ്. പ്രഷർ ഓഫ് എയർ ബിറ്റ്വീൻ, ഈ ബിറ്റ്വീൻ ഉള്ള എയർ മാത്രമാണ് നമ്മൾ കളഞ്ഞിട്ടുള്ളത്, പക്ഷെ അതിന്റെ സറൗണ്ടിങ് ഉള്ള എയർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ആ എയർ ആണ് ഇതിനെ ആട്ടിക്കൊണ്ടിരിക്കുക. ക്യാൻ യു ഇൻസേർട്ട് എ പേപ്പർ ബോൾ ഇൻ ടു എ ബോട്ടിൽ? ഒരു പേപ്പർ ബോൾ ഒരു ബോട്ടിലേക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? See, place a piece of paper crumbled into a small ball at the mouth of the bottle near then with a narrow neck. Blow air strongly through the one side of the mouth of the bottle. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ ഒരു ചെറിയ പേപ്പർ വെച്ചിട്ട് ബോട്ടിൽ അതിന്റെ അറ്റത്തേക്കായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ഊതി കഴിഞ്ഞാൽ സഡൻലി വാട്ട് വി ക്യാൻ സീ, ഇറ്റ് വിൽ ബി എൻറ്റേർഡ് ഇൻസൈഡ് അല്ലേ. അതിന്റെ ഉള്ളിലേക്ക് അത് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. ബ്ലോയിങ് എ പേപ്പർ അപ്പ്. കട്ട് എ പീസ് ഓഫ് പേപ്പർ. ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തു. എത്ര? 20 centimeter ലോങ്ങിലും 3 centimeter വൈഡ് ഉള്ള ഒരു പേപ്പർ എടുത്തു. എന്നാൽ ഹോൾഡ് ദ പേപ്പർ പീസ് ക്ലോസ് ടു ദ ലോവർ ലിപ്പ്. നമ്മളുടെ ചുണ്ടിന്റെ അടുത്തേക്ക് ഈ പേപ്പർ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് ബ്ലോ ചെയ്യുക. ഒന്ന് ഊതുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ അത് തെറിച്ചു വീഴും അല്ലേ. ബ്ലോ ഓവർ എയർ ഓവർ ഇറ്റ്. ബോൾ ഇൻ എ ഫണൽ. Arrange a plastic pipe and a funnel as shown in the figure
and place a plastic ball into the funnel. ഒരു പ്ലാസ്റ്റിക് പൈപ്പും ഫണലും എടുത്ത ശേഷം അതിന്റെ മുകളിലേക്ക് ഒരു ബോൾ വെച്ചിരിക്കുകയാണ്. ഇത് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ആ ബോൾ അതിന്റെ ഉള്ളിലേക്ക് പോകുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. Can you put out the flame? Place a lighted candle on the table. Try to blow air into the flame using a funnel. Does the flame extinguish? ഇല്ല. അതെന്തുകൊണ്ടാ? The candle flame is not put out. The flame comes close to the funnel. അല്ലേ? നമ്മളിങ്ങനെ ബ്ലോ ചെയ്യുന്ന സമയത്ത് എവിടെയാണോ കൂടുതലായിട്ട് എയർ കിട്ടുക ആ സ്ഥലത്തേക്കാവും എന്ത് തീ പോവുക അല്ലേ? The flame moves closer because the pressure that reduces when air moves out faster. Pressure there reduces up. അവിടുത്തെ വായു കുറയുമ്പോൾ എവിടേക്കാണോ കൂടുതൽ പ്രഷർ ഉണ്ടാവുക ആ ഭാഗത്തേക്കാവും തീ നീങ്ങി പോവുക. Do you find any peculiarity in common experiments? Pressure of air reduces when it moves faster. കൂടുതൽ നല്ലോണം കാറ്റ് വീശുന്ന സമയത്ത് ആ ഭാഗത്തുള്ള പ്രഷർ കുറയും. അപ്പൊ ഈ പ്രിൻസിപ്പിൾ എന്തിന്റെ പേരിലാണ്? ബെർണോളിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രഷറിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. This principle is utilized in the take-off aeroplanes and in aerodynamic structures of motor cars. അപ്പോൾ ഇങ്ങനത്തെ പ്രഷറുടെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്? എയറോപ്ലെയിനിലും എയറോഡൈനാമിക് സ്ട്രക്ചറിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ലിക്വിഡ് പ്രഷർ. Can liquid also exert pressure as air does? ലിക്വിഡിനും ഇതുപോലെ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? Try this experiment. Tie a polythene bag firmly on your hand. അപ്പോൾ ഒരു പോളിത്തീൻ ബാഗ് നമ്മൾ കയ്യിൽ കെട്ടിവെക്കുകയാണ്. എന്നിട്ട് അത് ബക്കറ്റിലേക്ക് താഴ്ത്തുന്ന സമയത്ത് result of the observation. Don't you feel the polythene bag is sticking to the hand? പോളിത്തീൻ ബാഗ് എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. Explain the result of the observation. Don't you feel the polythene bag sticking to the hand? What force presses the bag to your hand? അപ്പോൾ അതിന്റെ അടുത്തുള്ള പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ഹാൻഡിന്റെ അടുത്തേക്ക് ഈ പോളിത്തീൻ ബാഗ് സ്റ്റിക്ക് ചെയ്യും. Filling balloon. Material required. 3 pieces of 1 inch pipe. അപ്പോൾ 3 പീസ് 1 ഇഞ്ച് പൈപ്പ് നീളത്തിലുള്ള വേണം. പിന്നെ 50 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ അല്ലെ? 1 ഇഞ്ച് കനമുള്ള പൈപ്പാണ്. അത് എത്ര സെന്റിമീറ്റർ? 50 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ വീതവും. 2 elbows and a reducer. Arrange the material as shown in the figure. Fill the smaller pipe with water and fix a balloon here. അപ്പോൾ സ്മോളർ പൈപ്പിൽ നമ്മൾ എന്താ എടുക്കുന്നത്? വെള്ളം നിറച്ച് വെക്കും. എന്നിട്ട് അതിലേക്ക് ഒരു ബലൂൺ ഫിക്സ് ചെയ്യാണ്. Now pour water through the free end. എന്നിട്ട് അതിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. Observe the change taking place in the balloon. എന്താ നമ്മൾ മാറ്റം കാണുക? പ്രഷർ എക്സേർട്ടഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് ലിക്വിഡ് പ്രഷർ എന്ന് പറയാം. Polythene bag sticks to the hand because water exerts pressure on all sides. അല്ലേ? വെള്ളമാണ് എന്ത് പ്രഷർ അപ്ലൈ ചെയ്യുക ആ ബാഗിലേക്ക്. Is due to the pressure exerted by the reason for the inflation. അപ്പോൾ ബലൂൺ വീർക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ്? It is due to the pressure exerted by the water. Pressure everywhere. Do liquids exert pressure in all direction? Activity 1. What is that? Fill air in a balloon. Then fix pieces of sellotape at different part of it balloon. അപ്പോൾ ബലൂണിലേക്ക് എയർ ഫില്ല് ചെയ്തിട്ട് അതിന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. Make small holes using a needle on the balloon. അപ്പോൾ നീഡിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടാക്കുക. Where the pieces of sellotape are sellotape ഫിക്സ് ചെയ്തിരിക്കണതിൽ. Repeat the experiment done earlier using this balloon. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. Does water gush out in all direction? വെള്ളം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തള്ളി നീങ്ങാറുണ്ടോ? ഇതിൽ എന്താ നമുക്ക് മനസ്സിലാക്കുക? കാരണം എന്താണ്? വാട്ടർ ആണ് അതിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഭാഗവും വെള്ളം പുറത്തേക്ക് തള്ളി വരുന്നത്. Make a few small holes of the same size around a plastic bottle 3 cm from the bottom. അപ്പോൾ താഴെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? 3 ഹോൾ ഉണ്ടാക്കുക അല്ലേ? എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹോളിൽ കൂടി ആ വെള്ളം പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. Depth and pressure. Haven't you learned that liquids exert pressure in all direction? ഈ ലിക്വിഡ് ഇല്ല അത് എല്ലാ ഭാഗത്തും പ്രഷർ അപ്ലൈ ചെയ്യണത് നമുക്ക് കാണാം. Make 3 holes in equal distances from each other. അപ്പോൾ 3 ഹോൾ ഉണ്ടാക്കി അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസിൽ 3 ഹോൾ ഉണ്ടാക്കി. Fill the bottle with water, keeping the holes closed up. അപ്പോൾ ഈ ബോട്ടിലേക്ക് വെള്ളം നിറച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് അടച്ചു വെക്കും. അപ്പോൾ എന്താ നമുക്ക് കാണാം? 3 ഭാഗത്തു നിന്ന് വെള്ളം ചീറ്റി പോകുന്നതായിട്ട് കാണാം അല്ലേ? Wing out from the holes at the same distance.
What is the change in liquid pressure towards the bottom? Liquid pressure എന്ത് liquid pressure ആണ് നമ്മൾ ആ താഴത്തുനിന്ന് താഴെ feel ചെയ്യുക? Is there any change in the flow of water when the level of the bottle falls up? അപ്പോൾ ബോട്ടിലിന്റെ ലെവൽ, വെള്ളത്തിന്റെ ലെവൽ താഴുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ കാണാറുണ്ടോ? Didn't you understand the liquid pressure increases when the increase in depth? Liquid pressure increase ചെയ്യാം അല്ലേ? Increase in depth. അതായത് നമ്മൾ താഴെ പോകുന്തോറും എന്ത് ചെയ്യും? ലിക്വിഡ് പ്രഷർ കൂടി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. Rising air bubble. Now do this experiment. Your observation and inference may be included in the science diary. Keeping a vessel full of water. Keeping one end of a thin plastic tube at the bottom of the vessel. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു വെസലില് അതിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് അല്ലെ, ഫുൾ ആയിട്ട് വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ബ്ലോ എയർ ജെന്റ്ലി ത്രൂ ദ അതർ എൻഡ്, മറ്റേ ഭാഗം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പൈപ്പ് അതിലേക്ക് ഇട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗത്തേക്ക് കൂടി വലിക്കുമ്പോൾ എയർ ബബിൾസ് അല്ലെ, എയർ ബബിൾസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ക്യാൻ ബി സീൻ. This is also the same reason for providing wider basements while constructing dams അല്ലെ. പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഡാമിന്റെ അടിവശം അല്ല പരന്നിട്ട് പരത്തിയിട്ടോ അല്ലെങ്കിൽ ആഴത്തിൽ എടുക്കാൻ കാരണം ഇതാണ്. പ്രഷർ ഗാജ്. പ്രഷർ ഗാജ് ഇസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ലിക്വിഡ് പ്രഷർ. പ്രഷർ ഗേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്രഷർ ഗേജ് യൂസ് ചെയ്യാം. Let us try a pressure gauge. Try to make. അപ്പോൾ നമുക്ക് ഒരു പ്രഷർ ഗേജ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ? ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് ട്യൂബ് വേണം, പിന്നെ ഫണൽ വേണം, ബലൂൺ വേണം, പിന്നെന്താ വുഡൻ ബോർഡ് വേണം, പിന്നെ ക്ലാമ്പ്. See this is a clamp. Then ruler, ഒരു സ്കെയിലും വേണം. Method of construction. എങ്ങനെയാണ് ഉണ്ടാക്കുക? Please fix a plastic tube in U shape. ഒരു പ്ലാസ്റ്റിക് ട്യൂബ് U ഷേപ്പിൽ ഉണ്ടാക്കുക. On a wooden board using clamp. Clamp ഉപയോഗിച്ചിട്ട് വുഡൻ ബോർഡിൽ പ്ലാസ്റ്റിക് ട്യൂബ് ഫിക്സ് ചെയ്യുക. Fill water in the U portion. ആ U പോർഷനിലേക്ക് എന്ത് ചെയ്യും? വെള്ളം നിറയ്ക്കും. Make a diaphragm using balloon on the wider portion of the funnel. അപ്പോൾ ഫണലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡയഫ്രം wider പോർഷനിലേക്ക് ആ ലിക്വിഡ് എടുക്കും. Fix the funnel at one end of the tube as shown in the figure. Fix ruler on the board. Funnel on the free end of the tube. അപ്പോൾ ആ ട്യൂബിന്റെ ലാസ്റ്റ് ഭാഗം എന്താണ്? ഒരു ഫണൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യാണ് അല്ലെ. അപ്പോൾ ഈ ക്ലാമ്പ് വെച്ച അടുത്ത് തന്നെയാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സ്കെയില് വെച്ചിരിക്കുന്നത്. Method of working. Take a bucket full of water. Hold the funnel in the water at different depth. അപ്പോൾ ബക്കറ്റിലേക്ക് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അറ്റ് ഡിഫറെന്റ് ഡെപ്തിലേക്ക് നമ്മൾ ഈ ഫണല് കൊണ്ടുപോവാണ്. ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ട്യൂബ്. ആ സമയത്ത് നമ്മൾ എന്താണ്? ഈ ട്യൂബിലുള്ള വെള്ളത്തിന്റെ വ്യത്യാസം, ലെവലിലുള്ള വ്യത്യാസം നമുക്ക് ഈ സ്കെയിലിലൂടെ റീഡ് ചെയ്യാൻ പറ്റും. അനലൈസ് ദ ടേബിൾ. വാട്ട് ആർ ദ ഇൻഫറൻസസ് യു ക്യാൻ അറൈവ് ഇറ്റ്. അപ്പൊ ഈ ടേബിൾ നോക്കിയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ടേക്ക് ദ സെയിം ക്വാണ്ടിറ്റി ഇൻ ഡിഫറെന്റ് ലിക്വിഡ് ആൻഡ് കമ്പയർ ദ പ്രഷർ എക്സെട്ര. അതുപോലെ വ്യത്യസ്തമായ ലെവലിൽ ലിക്വിഡ് എടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്യണ പ്രഷറെ നമ്മളൊന്ന് നോക്കി വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് അല്ലെ പ്രഷറിന്റെ വേരിയസ് ആക്ടിവിറ്റീസും വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ് എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ക്ലാസ്, പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.